പോയിട്ട് ശശിയായിട്ട് തിരിച്ചു വരാനാണോന്ന് എനിക്കറിയില്ല. നമ്മളിത് സ്കാൻ ചെയ്താലേ അകത്ത് കയറ്റുള്ളൂ നമ്മളെ. ഇതോ ആ കാണുന്നതാണ് സ്കൈ ഗാർഡൻ. എന്താ കമ്പയർ ചെയ്യുമ്പോൾ ഏതാ ബെറ്റർ? കമ്പയർ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു അടിപൊളി വ്ലോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലണ്ടനിലാണ്. നമ്മൾ കുറച്ച് ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ആരാണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഫാത്തിമ സെൽഫിക്കർ. ഈ ഫാത്തിമ സെൽഫിക്കർ ഇവിടെ നോക്കൂ. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി നേരെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തി. ഇനി ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഹൊറിസോൺ 22 ആണോന്ന് പോലും നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ടില്ല. പോയിട്ട് നമുക്ക് അറിയാം. പോയിട്ട് ശശിയായിട്ട് തിരിച്ചു വരാനാണോന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ലണ്ടനിൽ കഴിഞ്ഞാൽ ഞാൻ മാപ്പ് നോക്കാറില്ല. എൻ്റെ മാപ്പ് ഇതാണ്. എൻ്റെ ഡോറ എക്സ്പ്ലോററാണ്. എല്ലാം നോക്കി ഞാനങ്ങ് കൂടെ നടക്കും. എവിടെ കൊണ്ടുപോകണം അവിടെ പോകും ഞാൻ. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. ലണ്ടനിലെത്തിയ ഹോൾ ഇറ്റിനറി പ്ലാൻ ചെയ്യുന്നത് ഫാത്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനൊന്നും നോക്കാറില്ല. സോ നമുക്ക് പോയി നോക്കാം. ലണ്ടനിൽ വന്നതിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് വായി നോക്കുക അല്ലെങ്കിൽ അഡ്മയർ ചെയ്യുക, അങ്ങനെയും പറയാം. ഓരോ ബിൽഡിങ്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, അവരാരൊക്കെയാ, എങ്ങനെയൊക്കെയാ, അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടലാണ് എൻ്റെ ഏറ്റവും വലിയ വിനോദം. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പാത്ത് വേസ് ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ പ്രതിമ എന്താ മീൻ ചെയ്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഇവിടെ ഫുള്ള് ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ള വൈബ്സ് ഫീൽ ചെയ്തു. ഓരോ വലിയ വലിയ ബിൽഡിംഗ് കാണുമ്പോൾ നമ്മളെ എക്സ്പ്രഷനാണ് ഇങ്ങനെ നോക്കുകയാണ്. നമ്മൾ നല്ല വലിയ വലിയ ബിൽഡിങ്സ് ആണ് മൊത്തം. ഫൈനലി നമ്മൾ ഗൂഗിളിൽ നമുക്ക് കറക്റ്റ് വേ പറഞ്ഞു തന്നു ഗൈസ്. നമ്മൾ കയറാവോ എന്തോ നോക്കട്ടെ. നമ്മളിത് സ്കാൻ ചെയ്താലേ അകത്ത് കയറ്റുള്ളൂ നമ്മളെ. അപ്പം നമ്മൾ ഹൊറിസോൺ 22 സ്കാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് വരും. എത്രയാണ് ഇപ്പം 3:40. അപ്പോൾ നമ്മൾ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് പേരൊക്കെ എഴുതി അക്സെപ്റ്റ് ചെയ്യണം. ഫ്രീ ആണ്, വേറെ ഒന്നുമില്ല. ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ലിഫ്റ്റ് എടുക്കാണ്ട് സ്റ്റെപ്പ് കയറിയത് 55ാമത്തെ ഫ്ലോറാണ്. നമുക്ക് നോക്കാം. സംഭവം ഇവിടെ ബാഗേജ് ചെക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിഫ്റ്റിൽ നേരെ ചെന്ന് 55th ഫ്ലോറിൽ ഇറങ്ങാൻ പറ്റും. ഗായ്സ്, ഇതാണ് വ്യൂ. ഇതിന് മേളിൽ നിൽക്കണം. പിന്നെ താഴോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. രാത്രിയത്തെ ഇവിടുത്തെ വ്യൂ വേറൊരു ഭംഗി തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. ലൈറ്റ്സ് എല്ലാം ആയിട്ട്. ഗൈസ്, ആ കാണുന്നതാണ് സ്കൈ ഗാർഡൻ. കണ്ടോ? ഇതും അതും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി. ഇത് കുറച്ചുകൂടെ വൈഡ് വ്യൂ. 258 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. പക്ഷെ ഷാർഡിൻ്റെ അത്ര ഇല്ല കേട്ടോ. ആ കാണുന്ന ഷാർഡാണ് ഏറ്റവും യുകെയിലെ ടോളസ്റ്റ് ബിൽഡിംഗ്. ഞാൻ അതിനൊരു വ്ലോഗ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കണ്ട. സോ ഇതിൻ്റെ എല്ലാം ഒരു വൈഡ് വ്യൂ ഓഫ് ലണ്ടൻ നമുക്ക് കാണാം. ടവർ ബ്രിഡ്ജ്, അങ്ങനെ ഓരോന്നും നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര രസമാണ് കേട്ടോ. മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ. എൻ്റെ മേളിൽ നിന്ന് ഓരോന്ന് കാണാം. ബ്ലാക്ക് ഫ്രയർ ബ്രിഡ്ജ്, അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി നോക്കാം. അതൊരു ഡിഫറെൻറ്റ് പാനോറാമിക് വ്യൂ ആണ്. ഇൻക്ലൂഡിങ് ലണ്ടൻ ഐയൊക്കെ ഉള്ള സൈഡാണ് ഇത്. മൊത്തത്തിൽ ഇതും നല്ല ഭംഗിയാണ്. മൊത്തത്തിൽ നമുക്ക് ഫുൾ 360 ഡിഗ്രി ഓഫ് ലണ്ടൻ കാണാൻ പറ്റും. മാത്രമല്ല ഇവിടെ കോഫി ഷോപ്പൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് എൻജോയ് ചെയ്തൊക്കെ വ്യൂ കാണാൻ പറ്റും. നിങ്ങൾ ഫ്രീ ആയിട്ട് എന്താ പറയുക, ടോപ്പ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇതും ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്കൈ ഗാർഡനിൽ നമ്മൾ പോയതാണ്. എന്താ കമ്പയർ ചെയ്യുമ്പോൾ ഏതാ ബെറ്റർ? കമ്പയർ ചെയ്യുമ്പോൾ മീൻസ് വെളി കാണാനാണ് ഇതാണ് നല്ലത്. പക്ഷേ സ്കൈ ഗാർഡനെന്ന് വെച്ചാൽ അകത്ത് നമുക്ക് ചെടി അങ്ങനത്തെ അകത്ത് കുറച്ച് ഇൻറ്റീരിയർ ഇതുണ്ട്. ഇവിടെ ജസ്റ്റ് പ്ലെയിൻ ആണ്. ജസ്റ്റ് നമുക്ക് വ്യൂ ആണ് വരാൻ പോവുക. അങ്ങനെയുള്ളൂ. ഇവിടെ ആണെങ്കിൽ കുറച്ചൊരു ഇരിക്കാൻ. നമുക്ക് ഇവിടെ കോഫി ഷോപ്പ് ഉണ്ട്. ചെറുതാണ്. സ്കൈ ഗാർഡൻ ഞാൻ കാണിച്ചു തന്നല്ലോ, ചെറുതാണ്. ഇവിടെ വൈഡ് വ്യൂ ഇത് കിട്ടും. അത് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ നൈസാണ്. അകത്തെ ഇൻറ്റീരിയർ കുറച്ചും കൂടെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴും സ്കൈ ഗാർഡൻ കാണാൻ പറ്റും. അതിൻ്റെ അകമൊക്കെ കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടടുത്തും പോവാം. നിങ്ങൾ സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലണ്ടനായി കാണാൻ പറ്റും. മാത്രമല്ല ഈ കാണുന്ന ബിൽഡിംഗ് ഒരുവിധമുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു ബിൽഡിംഗ് ആണ്. ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കാൻ തീരുമാനിച്ചു. ഇനി നമുക്കൊരു വൈറൽ ചോക്ലേറ്റ് കഴിക്കാൻ പോയാലോ? ലെറ്റ്സ് ഗോ.
ഇന്നത്തെ വെതർ നല്ലതാണ്. അതായത് ഇപ്പം മഴ പെയ്യുമല്ല, പക്ഷേ റോഡ് ഫുള്ള് നനഞ്ഞിടന്നിട്ട് നല്ല തണുത്ത കാറ്റും ലൈക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. ഒരു ലണ്ടൻ ഫീൽ എനിക്കിപ്പോഴാണ് വരുന്നത്. സോ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഒരു വൈറൽ കോഫി കുടിക്കാനാണ്. സോ എന്താണ് ആ കോഫി എന്ന് നമുക്ക് നോക്കാം. ഒരു വൈറൽ ഹോട്ട് ചോക്ലേറ്റ് ആണത്. സോ നമുക്കത് കുടിക്കാൻ പോയാലോ? ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളങ്ങനെ ടോട്ടൻഹാം എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു സ്റ്റേഷനിൽ നിന്നൊരു 9 മിനിറ്റ് നടന്നു കഴിഞ്ഞാലാണ് നമ്മുടെ കോഫി. അതെ, ഇറ്റാലിയൻ ബെൽ ചോക്ലേറ്റ് ആണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. സോ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതാണ് സ്പോട്ട് ഗൈസ്. നമ്മളിവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇറ്റാലിയൻ ഹോട്ട് ചോക്ലേറ്റ് ഉള്ള കഫേയിലാണ് ഇരിക്കുന്നത്. നമ്മൾ കേക്ക്, ഇവിടുത്തെ ബെസ്റ്റ് സെല്ലറായിട്ടുള്ള കേക്കും ആ ലെയറിലുള്ള കേക്കും ഓർഡർ ചെയ്തായിരുന്നു. ചോക്ലേറ്റും ഹോട്ട് ചോക്ലേറ്റും ഓർഡർ ചെയ്തായിരുന്നു. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഗൈസ്, ഇതാണ് സാധനം. കണ്ടാൽ തന്നെ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഇതിനുള്ളത്. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് കഴിച്ച് നോക്കാം. നമ്മൾ ഹേസൽനട്ട് ഫ്ലേവറാണ് ഓർഡർ ചെയ്തത്. സാധാ ചോക്ലേറ്റും കൂടെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മൊത്തം പിടിച്ച് മരിക്കും ഗൈസ്. ഗൈസ്, ഞങ്ങൾ 3 പേര് അരമണിക്കൂർ ശ്രമിച്ചിട്ടും ഞങ്ങളെ കൊണ്ട് ഇത്രയും ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റ് നമ്മളിത് പാഴ്സൽ ചെയ്യാൻ തീരുമാനിച്ചു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ഫുള്ള് നമുക്ക് റെഗുലറാണ് വാങ്ങിക്കുന്നെങ്കിൽ 3 നേരെ കൊണ്ട് ഞങ്ങൾ 3 നേരം കൊണ്ട് കുടിക്കാൻ പറ്റിയിട്ടില്ല. എത്ര ചോക്ലേറ്റ് ലവറാണെങ്കിൽ എൻ്റെ അനിയത്തി ഭയങ്കര ചോക്ലേറ്റ് ലവറാണ്. എന്നിട്ട് അവൾക്കോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. മാത്രമല്ല നമ്മളൊരു വേറെ സ്റ്റേറ്റ് ഓഫ് ലെവലിൽ എന്തും വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. ഗൈസ്, നിങ്ങൾ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുകയാണെങ്കിൽ ഒരാളൊക്കെ ഉള്ളൂവെങ്കിൽ ഏറ്റവും സ്മോൾ തന്നെ വാങ്ങാവുള്ളൂ. കാരണം നമ്മളെ കൊണ്ട് പറ്റത്തില്ല അത്രയും കുടിക്കാൻ. നല്ല മത്താവും. ഞങ്ങൾ ഹേസൽനട്ട് ഫ്ലേവറാണ് വാങ്ങിച്ചത്. എന്നാൽ പോലും നമുക്ക് ഒരുപാടൊന്നും കുടിക്കാൻ പറ്റില്ല. ബട്ട് ഡിപ്പെൻസ് ആണ് കേട്ടോ. ചിലർക്കത് പറ്റുമായിരിക്കും. ഞങ്ങൾക്ക് എന്തായാലും പറ്റിയില്ല. ഇവിടെ ചോക്ലേറ്റ് ഡൈ ഹാർഡ് ചോക്ലേറ്റ് ലവറിന് പോലും കുടിക്കാൻ പറ്റിയില്ല. അപ്പം അതാണ് കാര്യം. സോ ഞങ്ങൾ എന്ത് ചെയ്തു, കളയണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഹോട്ട് ചോക്ലേറ്റും കേക്ക് ഞങ്ങൾക്ക് ഫുള്ള് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടും ഞങ്ങൾ പാക്ക് ചെയ്തു. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുറച്ച് പാലൊക്കെ അടിച്ച് ഡൈലൂട്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. കേക്ക് അല്ലാണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു അടിപൊളി ഡേ ആയിരുന്നു. ജസ്റ്റ് ഒരു ഹാങ് ഔട്ടായിരുന്നു. പിന്നെ വിഷ് ലിസ്റ്റിലുള്ള ഒരു കാര്യം കഴിച്ചു, അതൊക്കെ തന്നെയാണ്. ബട്ട് ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് കണ്ടതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ അടുത്തുള്ളവർ നമുക്ക് പിന്നെയും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.